പകലിൻ്റെ ബന്ധപ്പാടുകൾക്ക് ശേഷം അല്പം പേരുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് ഇത്രയും പേർക്ക് കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളോട് പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു. പനിയുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സെൻസസ് ഡ്യൂട്ടിയുടെ തിരക്കുകളുണ്ട് എങ്കിൽ തന്നെയും കർത്താവിൻ്റെ കൃപയാൽ നിലനിൽപ്പാനായിട്ട് കർത്താവ് സഹായിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം ലഭിച്ചു. നമുക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം തന്നു. അങ്ങനെ നാം കേട്ടത് പാടിയതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ യൂദയുടെ ലേഖനം ഒരു ധ്യാനാത്മക പഠനം നമ്മൾ നടത്തുകയാണ്. നമ്മൾ അത് ചിന്തിക്കുന്നത് ലേഖനം ഞാൻ വായിച്ചപ്പോൾ അതിലെ പ്രധാന സന്ദേശമായിട്ട് ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത് ഇതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 25 വാക്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഞാൻ ഇടയായിട്ട് തരുന്നത്. അത് തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അത് നാം നേരത്തെ ഓർത്തതുപോലെ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ കണ്ടെത്തി എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറയാനായിട്ട് ഇടയായിട്ട് തരും. അങ്ങനെയുള്ളവരുടെ പ്രത്യേകതകളാൽ നിറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് 25 വാക്യങ്ങൾ. അതിലെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചത് ഈ 3-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒരു പോർക്കളത്തിന്റെ ചിത്രം ഈ ലേഖനത്തിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെയോ പോർക്കളത്തിൽ പോരാടേണ്ട പടയാളികൾ അവർ സുരക്ഷിതരാണ് എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. എന്തുകൊണ്ട് സുരക്ഷിതരാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് നല്ലൊരു യജമാനനുണ്ട്. ആ യജമാനന്റെ പ്രത്യേകതകൾ നമ്മൾ ഓർത്തു. എന്തുകൊണ്ട് ഈ പോർക്കളത്തിൽ പോരാടുന്ന പടയാളികളായ നാം സുരക്ഷിതരാണെന്ന് ചോദിച്ചാൽ, നാം വിളിക്കപ്പെട്ടവരാണ്. അതിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നു. എന്തുകൊണ്ട് സുരക്ഷിതരാണെന്ന് ചോദിച്ചാൽ, സ്നേഹിക്കപ്പെട്ടതിനാൽ എന്ന് ആ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 1-ാം വാക്യത്തിൽ സൂക്ഷിക്കപ്പെട്ടതിനാൽ, 2-ാം വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതിനാൽ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ആ 2 വാക്യങ്ങൾ നമ്മൾ അത്രമാത്രം കാര്യങ്ങൾ ചിന്തിച്ച് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് 3-4 വാക്യങ്ങളാണ് നമ്മൾ എടുത്തത്. അതിൽ നാം ഒരു ലിവിങ് ട്രാൻസ്ലേഷനിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഉടനെ എഴുതേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു കൂട്ടരെയാണ് 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവർക്ക് ഇഷ്ടമുള്ളത് എന്തും പ്രവർത്തിക്കാം. അതുപോലെ തന്നെ നുഴഞ്ഞു വരുന്നവർ, കർത്താവിന് വിരോധമായി പ്രവർത്തിക്കുന്നവർ, അവർക്ക് ശിക്ഷാവിധിയുണ്ട്. അപ്പം ദൈവാത്മാവിനെ അനുസരിക്കുന്ന യൂദയും അനുസരിക്കാത്ത ദുരുപദേഷ്ടാക്കന്മാർ, വിശ്വാസത്യാഗികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം അതിൽ നിന്നാണ് അടുത്ത പാഠം നമ്മൾ ചിന്തിച്ചത്. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവർ അവർ അനുസരണമുള്ളവരാണ് എന്നുള്ളത് നമ്മൾ അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ എന്തുകൊണ്ട് അനുസരണമുള്ളവരായിരിക്കണം എന്നുള്ളത് ഈ 3-4 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് 3-ന്റെ തുടക്കത്തിലെ പദമാണ് പ്രിയരെ. അപ്പൊ നാം പ്രിയരാണ്, അത് നമ്മൾ ചിന്തിച്ചതാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു അവിടെയുള്ള ചില സർവനാമ പ്രൊനൗൺസ്, നമുക്ക് എന്നിങ്ങനെയുള്ള പദങ്ങൾ 3-4 വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്നത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ബന്ധമുള്ളതിനാൽ നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. 3-ാം വാക്യത്തിൽ നാം വായിച്ചു വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ. അപ്പൊ പോരാടുക എന്നുള്ളത് പോർക്കളത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ പോർക്കളത്തിനായതിനാൽ തീർച്ചയായിട്ടും പടയാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അനുസരണമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനിടയായിട്ട് തീരുന്നു. തുടർന്ന് നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞ ആഴ്ചയിലെ ആ 3-ാം വാക്യത്തിൽ തന്നെ കാണുന്ന മറ്റൊരു ക്രിയാപദമാണ് വരമേൽപ്പിച്ചിരിക്കുന്ന എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം എന്ന് ചോദിച്ചാൽ, വരമേൽപ്പിച്ചിരിക്കുന്നതിനാൽ എന്ന് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ വരമേൽപ്പിച്ചത്, അതിന്റെ അർത്ഥം എന്താ എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ആർക്കാണ് വരമേൽപ്പിച്ചത്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു.
അത് മുഴുമിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ പറയുന്ന വിശ്വാസ സത്യമാണ്, ഉപദേശങ്ങളാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ അല്ലെങ്കിൽ പോരാടുവാനായിട്ട് നമ്മെ വിശ്വസിച്ചേൽപ്പിച്ച വിശ്വാസത്തിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിക്കാനിടയായിട്ട് തീർന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമാണ്, വളരുവാൻ സഹായിക്കുന്നതാണ്, ആരോഗ്യം നൽകുന്നതാണ്, അതുപോലെ തന്നെ തികഞ്ഞ പക്വതയുള്ളവരാക്കുന്നതാണ്, നിത്യതയുമായുള്ള ചിന്തയായി നമ്മെ ജീവിക്കാനായിട്ട് സഹായിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഒരു പാഠം കൂടെ ഈ 3-4 വാക്യങ്ങളിൽ നിന്ന് ചിന്തിക്കാനായിട്ട്, അനുസരണമുള്ളവരാണെന്ന തലക്കെട്ടിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. അത് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അനുസരണമുള്ളവരാണെന്ന് ചോദിച്ചാൽ നാം ഇപ്പോൾ ചിന്തിക്കുന്നത് 3-ാമത്തെ വാക്യത്തിൽ പരമേൽപ്പിച്ചിരിക്കുന്ന എന്ന പദത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. എന്താണ് പരമേൽപ്പിച്ചത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ എത്രമാത്രം നമ്മൾ വിലമതിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, ധ്യാനാത്മകമായ പഠനമാണ്. അപ്പോൾ അത് നമ്മുടെ ആത്മീക വർധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനും ഉതകണം. കേവലം കുറേ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുന്നതിനേക്കാൾ അത് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് എവിടെയെങ്കിലും ചില മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴുകിക്കളഞ്ഞ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് ഇടയാകണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. ഇവിടെ നമ്മെ വിശ്വസിച്ച് പോരാടാനായിട്ട് ഏൽപ്പിച്ച ഈ വിശ്വാസത്തെ അല്ലെങ്കിൽ ഈ ഉപദേശ സത്യങ്ങളെ എത്രമാത്രം നമ്മൾ വിലമതിക്കുന്നു? സങ്കീർത്തനം പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 119-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില സത്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കും. ഞാൻ വിശദീകരിക്കാതെ നമുക്ക് അറിവുള്ളത് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സങ്കീർത്തനം 119-ന്റെ 103 അത് നാം ഇങ്ങനെ വായിക്കുന്നു: തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കുന്നത് തേൻ അതൊരു ആഹാര പദാർത്ഥമാണ്. അപ്പോ ആഹാരത്തെക്കാൾ അധികം നാം ഈ സത്യങ്ങളെ വിലമതിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഇത് ഇത്ര വലിയ സംഭവമാണ് എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ഈ ക്രേത്യരെ പോലെയുള്ള ആളുകൾ വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തെ വളരെ മുഖ്യമായിട്ട് കാണുന്ന ഈ കാലഘട്ടത്തിൽ, ഭക്ഷണത്തിനായിട്ട് അവരുടെ ഊർജം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആഹാരത്തെക്കാൾ അധികമായി ഈ സത്യങ്ങളെ വിലമതിക്കുന്നത്. അടുത്തതായിട്ട് 72-ാമത്തെ വാക്യം ഈ സങ്കീർത്തനത്തിൽ തന്നെ ഉള്ളത് 72: 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം എന്നാണ് 119-ന്റെ 72 നാം വായിക്കുന്നത്. അപ്പൊ 1000 പൊൻവെള്ളി നാണയം എന്ന് പറയുമ്പോൾ സമ്പത്തിന്, നമുക്കുള്ള സമ്പത്തിനേക്കാൾ അധികമായി നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഉപദേശത്തെ നാം മുറുകെ പിടിക്കുന്നു. അതിനുവേണ്ടി പോരാടാനുള്ളൊരു മനസ്സുണ്ട്. നമുക്കറിയാം, സമ്പത്തിനായിട്ട് ഉപജീവനത്തിനായിട്ടൊക്കെ അധ്വാനം ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇതിനു വേണ്ടി പോരാടണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം നമുക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. മാത്രമല്ല 119-ന്റെ 24, സങ്കീർത്തനം 119-ന്റെ 24 വരുമ്പോൾ മറ്റൊരു കാര്യം നാം വായിക്കുന്നു: നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരനുമാകുന്നു. എൻ്റെ ആലോചനക്കാരൻ എന്ന് പറയുമ്പോൾ സ്നേഹിതന്മാരെക്കാൾ എന്നുള്ള ഒരു കുറിപ്പാണ് കൊടുത്തത്. അതുപോലെ 119-ന്റെ 55 നാം നോക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്: യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായപ്രമാണം ഞാൻ രാത്രി നമ്മൾ ഉറങ്ങുന്നവരാണ് മെയിനായിട്ട്, അപ്പോൾ ഉറക്കത്തേക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കുറിപ്പുകൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഇടയായിട്ട് തീരുന്നത്, നമുക്ക് പോരാടാനായിട്ട് അല്ലെങ്കിൽ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഈ ഉപദേശ സത്യങ്ങളോട് ആ സത്യങ്ങളെ നാം എത്രമാത്രം വിലമതിക്കുന്നുണ്ട് എന്നൊന്ന് സ്വയം വിലയിരുത്തുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു. നമുക്കറിയാം,
നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കാണ് നാം എപ്പോഴും സമയം കൊടുക്കുക, അല്ലെ? നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ നമ്മുടെ സമയവും ഊർജവും ഒക്കെ ചെലവഴിക്കുന്നത്. ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമയം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയം. എന്നെ വെല്ലുവിളിച്ചൊരു കാര്യം, 2 വർഷം മുൻപ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പാകെ പങ്കുവച്ചപ്പോൾ നാം ഞായറാഴ്ച പ്രിയപ്പെട്ട മത്തായി സഹോദരനോടുള്ള ബന്ധത്തിൽ കൂടി വന്നപ്പോൾ ഓർത്തതുപോലെ ആ വൈയായികയുടെ ആ സമയത്തും അദ്ദേഹം വന്ന് ഈ ഫസ്റ്റ് ടയറിൽ ഇരുന്ന് ക്ലാസ് കേട്ടതും എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ആ പുസ്തകത്തിൽ വായിച്ചതുപോലെ അദ്ദേഹത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ ആഹാരത്തെക്കാളും സമ്പത്തിനേക്കാളും ഉറക്കത്തിനേക്കാളും സ്നേഹിതരെക്കാളും തനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭകളിൽ അങ്ങനെയുള്ളവർ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മെ ദുഃഖിപ്പിക്കുന്ന, കർത്താവിൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ട ഒരു വിഷയമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കാര്യം അത്ര പറഞ്ഞു എന്നതാണ്. തുടർന്ന് തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി പോരാടണം എന്നുള്ളതിനെ കുറിച്ച് 10 പ്രമാണങ്ങൾ, 10 അല്ല 32-ലധികം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഞാൻ അതൊന്നും പറയുന്നില്ല, നമ്മുടെ വിഷയത്തിൽ നിന്ന് പോകും. എന്നാൽ സന്ദർഭോചിതമായിട്ട് ചില കാര്യങ്ങൾ ഞാനത് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. 10 പ്രമാണങ്ങൾ. ഒന്നാമത്തേത് ഈ 3-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം നാം പലതവണ വായിച്ചതായതുകൊണ്ട് ഞാൻ പിന്നെ വായിക്കുന്നില്ല. അവിടെ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ഓൾറെഡി ഒരു പ്രമാണം ഈ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടി പോരാടണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. അപ്പോസ്തല പ്രവൃത്തി 14:22 നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൽ നിലനിൽക്കണം. അതൊന്നും വിശദീകരിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2 കൊരിന്ത്യർ 5:7 പൗലോസിന്റെ ഒരു ജീവിത ലക്ഷ്യം തന്നെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൽ നടക്കണം എന്നുള്ളതാണ്. നടക്കണം. മാത്രമല്ല തീത്തോസ് 1:13 വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 2 തിമോഥെയോസ് 4:7 വിശ്വാസം കാക്കണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 പത്രോസ് 1:5 വിശ്വാസത്തോട് വീര്യം കൂട്ടണം എന്ന് നമുക്ക് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നു തന്നെ ഉള്ളൂ. യാക്കോബ് 2:5 വിശ്വാസത്തിൽ സമ്പന്നരാകണം എന്ന് നമ്മൾ കാണുന്നു. 1 തെസ്സലോനിക്കർ 1:2-3 വിശ്വാസത്തിന്റെ വേലയെ കുറിച്ച് നാം വായിക്കുന്നു. റോമർ 4:19 വിശ്വാസത്തിൽ ക്ഷീണിക്കരുത് എന്ന് കാണുന്നു. ഒടുവിലായിട്ട് എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നായകനെ നോക്കും. അങ്ങനെ 10 പ്രമാണങ്ങൾ നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുകൂടെ പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായ അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നവർ അനുസരണമുള്ളവരാണ്. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് അനുസരണമുള്ളവരാണ് എന്ന് ചോദിച്ചാൽ, പ്രിയരായതിനാൽ, ബന്ധമുള്ളതിനാൽ, പോർക്കളത്തിലായതിനാൽ, വരമേൽപ്പിച്ചിരിക്കുന്നു. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ, ആ 3-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യവും ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാമത്തെ വാക്യം ഏകദേശം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 4-ാമത്തെ വാക്യം, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അബദ്ധരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്.
അവരുടെ പ്രവൃത്തികളെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദത്തിൽ നിന്നാണ് അടുത്ത പാഠം പഠിക്കാനിടയായിട്ട്. അത് മറ്റൊന്നുമല്ല, 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കും, നുഴഞ്ഞു വന്നിരിക്കുന്നു. ആ നുഴഞ്ഞു എന്നുള്ള പദം എന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോയി. സർപ്പം ഉപായത്താൽ ഹൗവയെ ചതിച്ച ആ ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടേക്ക് നുഴഞ്ഞു വരുന്ന എതിരാളിയെ നമുക്ക് കാണാം. ആ എതിരാളിയാൽ പ്രേരിപ്പിക്കപ്പെട്ട് എതിരാളിയാൽ നിയന്ത്രിക്കപ്പെട്ടവരുടെ വിവരണമാണ് 4-ാമത്തെ വാക്യം. അപ്പൊ അതിൽ നിന്ന് അടുത്ത പാഠം പഠിക്കാനിടയായിട്ട് തീർന്നു. എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം എന്ന് ചോദിച്ചാൽ, ഒരു എതിരാളി നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരു എതിരാളിയുണ്ട്. എതിരാളി ഉള്ളതിനാൽ നാം അതെങ്ങനെ മനസ്സിലായി എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു. എതിരാളിയാൽ നിയന്ത്രിക്കപ്പെട്ടവരുടെ വിശേഷതകളാണ് നാം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ സത്യം മനസ്സിലാക്കാം. അതിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രായോഗികമായിട്ട് പറഞ്ഞ് ഞാൻ ഇരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഈ എതിരാളിയാൽ സ്വാധീനിക്കപ്പെട്ട ആളുകളുടെ ചില കാര്യങ്ങൾ, ചില പ്രത്യേകതകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് നമ്മിലുണ്ടോ എന്നുള്ളത് ഒന്ന് ചേർത്ത് ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നുഴഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ള പദപ്രയോഗം. നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ അതെന്താ ഓർപ്പിക്കുന്നത്? നുഴഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളത് തെറ്റായ, അതുപോലെ തന്നെ ഒരു പദപ്രയോഗമാണ്, ദുഷ്കാമവൃത്തിക്ക് ഹേതുവായി. അപ്പൊ നുഴഞ്ഞു വരുന്നു, ദുഷ്കാമവൃത്തിക്ക് അവരെ ഹേതുവാക്കുകയാണ്. അതിന് കാരണം തെറ്റായ ആഗ്രഹമാണ്. അപ്പൊ ദുഷ്കാമവൃത്തികൾ എന്ന് പറയുന്നത് ആ പ്രവൃത്തിയിലേക്ക് അവരെ നയിക്കുന്നത് തെറ്റായ ആഗ്രഹങ്ങളാണ്. നമുക്കറിയാം, ദുഷ്കാമ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ ഇംഗ്ലീഷ് ലെസീവിയസ്നെസ് എന്നാണ്. ലെസീവിയസ്നെസ് ഡിക്ഷണറിയിൽ അത് കേവലം ഒരു സെക്ഷൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളെ മാത്രമല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. തെറ്റായ എല്ലാ ആഗ്രഹങ്ങളും, അത് തെറ്റായ ലാഭം, തെറ്റായ സ്ഥാനം, തെറ്റായ പ്രശസ്തി, ഈ മൂന്ന്, തെറ്റായ ലാഭം, സ്ഥാനം, പ്രശസ്തി, ഇതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ, തെറ്റായ രീതിയിലുള്ള ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഈ എതിരാളിയാൽ നിയന്ത്രിക്കപ്പെടുന്നവർ. അപ്പോൾ എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണമെന്ന് ചോദിച്ചാൽ, ഒരു എതിരാളിയുണ്ട്. ആ എതിരാളിയുടെ നിയന്ത്രണത്തിലാകാൻ സാധ്യതയുണ്ട്. അവൻ നുഴഞ്ഞു വരുന്നവനാണ്. മാത്രമല്ല തെറ്റായ ആഗ്രഹങ്ങൾ അത് കൊണ്ടുവരുവാനായിട്ട് എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കുന്നവനാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അടുത്തതായിട്ട് നിഷേധിക്കുന്ന ഒരു പദം, നിഷേധിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാം തെറ്റായ ചിന്തയുള്ളവർ എന്നുള്ള ആശയം നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. തെറ്റായ ചിന്തയുള്ളവർ. അടുത്തതായിട്ട് അഭക്തരായ, 4-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് തെറ്റായ ഭക്തിയുള്ളവർ. അപ്പോൾ ഈ എതിരാളിയാൽ നിയന്ത്രിക്കുന്നവരുടെ ചില സ്വഭാവ സവിശേഷതകൾ, അവർ തെറ്റായ ആഗ്രഹങ്ങളും തെറ്റായ ചിന്തകളും തെറ്റായ ഭക്തിയും ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റായ ആഗ്രഹമുള്ളവരാണോ? തെറ്റായ ചിന്തകളാണ് നമ്മെ ഭരിക്കുന്നത്. പ്രശസ്തിക്ക് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ, ലാഭങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നിരന്തരം പ്രവർത്തിക്കുന്നവരാണോ എന്നുള്ളത് നമ്മെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഭക്തി ശരിയായിട്ടുള്ളതാണെന്ന് അറിയണമെങ്കിൽ ആ ഭക്തിയുടെ ആ മൂലപദത്തിന്റെ അർത്ഥം നാം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. നമുക്കറിയാം, ആ ഭക്തി എന്ന് പറയുന്നത്, ആ ഭക്തി എന്ന ആ പദത്തിന്റെ അർത്ഥം അത് രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്നുള്ള ആശയമുണ്ട് അതിന്. അതായത് ശരിക്കും ദൈവഭയമുണ്ടെങ്കിൽ, ദൈവഭക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. എന്ന് വെച്ചാൽ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ LKG ലെവലുള്ള സ്നേഹമായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ അതിൽ ആ സ്നേഹത്തിൽ നിന്ന് വളർച്ച പ്രാപിച്ച് 1-ാം ക്ലാസ്സിലേക്ക് 2-ാം ക്ലാസ്സിലേക്ക് നാം വളരേണ്ടതാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ
ഒരു പക്ഷേ നമ്മുടെ വചനം വായിക്കാനുള്ള ആർത്തി അതൊരു പക്ഷേ ഒരു LKG ലെവലാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ കാലങ്ങൾ കഴിയുന്തോറും അതിനോടുള്ള ആർത്തി കേവലം തിരുവെഴുത്തുകൾ പഠിപ്പിക്കാൻ, ബൈബിൾ ക്ലാസ് എടുക്കുവാനോ കേവലം ദൈവവചനം ശുശ്രൂഷിക്കുവാനോ വേണ്ടിയുള്ള വായന, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദിവസവും എൻ്റെ ശരീരത്തിലെ മാലിന്യം നീക്കാനുള്ള ആർത്തിയോടെ, നാം പാട്ടിൽ ഓർത്തതുപോലെ തിരുവെഴുത്തിനെ ആ കണ്ണാടി പോലെ കണ്ട് മാലിന്യങ്ങൾ നീക്കുവാനുള്ള ആർത്തി അത് വളരുന്നുണ്ടോ? കേവലം പ്രസംഗിക്കാനുള്ള കൊതിയല്ല, ക്ലാസ് എടുക്കാനുള്ള ആർത്തിയല്ല. ഈ വചനം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിലെ കുറവുകൾ നികത്തി കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചുകൂടെ മെച്ചമായിട്ട് എനിക്ക് ജീവിക്കാം എന്നുള്ള ആർത്തി നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അതില്ലാതാക്കാനായിട്ട് എതിരാളി ശ്രമിക്കും. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നടന്ന ഒരു മരണത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ സഭയിലെ ഒരു കുടുംബത്തോടൊപ്പം ഞാൻ പോകാനിടയായിരുന്നു. അവർക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, മകൻ കാനഡയിലാണ്, അപ്പോൾ അവൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവർക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ പുറത്തേക്കൊന്നും അവർ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അവർ പുറത്തൊരു ചെറിയ നീണ്ട യാത്ര ചെയ്യാൻ ആഗ്രഹിക്കും. ഞാൻ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉച്ചയ്ക്ക്, അപ്പോൾ അവർ ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കുന്നില്ല, പരമാവധി സൂക്ഷ്മതയോടാണ് അവർ ജീവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവിടെ ഉള്ള ഒരു സഹോദരനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം അവിടെ അടുത്തുള്ള ഒരു സഭയിൽ പോകും, നമ്മുടെ കൂട്ടായ്മകളിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് ആള്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾ ഇങ്ങനെ സംസാരിക്കാൻ വന്നു. അങ്ങനെ വന്ന് അദ്ദേഹം എഴുതിയൊരു പുസ്തകം, കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം എനിക്ക് തന്നു. അപ്പൊ അദ്ദേഹം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആ പ്രത്യേക വിഷയം, വിവാദ വിഷയം, ആ വിഷയത്തെ കുറിച്ച് പഠിക്കാനായിട്ട് അദ്ദേഹം വായിച്ച് കൈകൊണ്ട് എഴുതി. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും യൂട്യൂബും അതുപോലെയുള്ള ഈ സോഷ്യൽ നവ മാധ്യമങ്ങളൊക്കെ നന്നായി യൂസ് ചെയ്ത് സ്വയം പഠിച്ച് അറിവ് നേടാനുള്ള ആഗ്രഹമുള്ള വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്യാവശ്യം അറിവുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹം കൈകൊണ്ട് എഴുതി അത് ഫോട്ടോസ്റ്റാറ്റ് സൂക്ഷിക്കുകയാണ്. വരുന്നവരോടൊക്കെ സംസാരിച്ച് അത് ആളുകൾ കൈമാറുകയാണ്. അതിൽ ഞാൻ കണ്ട കാര്യം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അദ്ദേഹം വായിച്ച്, അദ്ദേഹം ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്, അത് വായിച്ച് അദ്ദേഹം അതിനെ, പക്ഷെ അദ്ദേഹം വായിക്കുന്നതും എഴുതുന്നതും അദ്ദേഹത്തിൻ്റെ ആശയത്തെ സമർത്ഥിക്കാനായിട്ട് ഒരു തർക്കത്തിനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്രയും കഠിനാധ്വാനം ചെയ്യാനിടയായിട്ട് തീർന്നത്. പലപ്പോഴും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം ഒരു പ്രത്യേകമായ ഒരു വാശി ആ രീതിയിൽ പോയി. പലപ്പോഴും ഞാനപ്പോൾ അവിടെ പറയാനായിട്ട് ശ്രമിച്ച കാര്യം ഇതാണ്, തിരുവെഴുത്തുകൾ അങ്ങനെ ഒരു അപ്പോളജറ്റിക്സ് മൈൻഡോട് കൂടെ പഠിക്കാം, നല്ലത് തന്നെ. പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താതെ ആ മേഖലയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളത് സൂചിപ്പിക്കാനിടയായിട്ട് തീർന്നു. ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എതിരാളി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ മാറ്റി തെറ്റായ ഭക്തിയും തെറ്റായ ചിന്തകളും തെറ്റായ ആഗ്രഹങ്ങളും അത് നാം അറിയാതെ തന്നെ നമ്മിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടുന്ന ഈ പോർക്കളത്തിൽ നാം ആയിരിക്കുമ്പോൾ എതിരാളിയെ കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ വാറൻ PhD എന്ന് പറയുന്ന കർത്തൃദാസിന്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സുപരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സൈക്കൻസ് ടാക്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല പുസ്തകം, നല്ലൊരു സ്റ്റഡിയാണ് നടത്തിയിട്ടുള്ളത്. അത് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്, അവയിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൽ സാത്താൻ നാളി നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ എതിരാളി തിരുവഴുത്തിലെ 4 വ്യക്തികളുടെ വ്യക്തിപരമായി ഇടപെട്ട സന്ദർഭങ്ങളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ രസകരമായി തോന്നി. ഞാനും ആ പുസ്തകം വായിച്ചു. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഡോക്ടർ വാറൻ PhDയുടെ പുസ്തകത്തിലുള്ള കുറിപ്പുകൾ കടമെടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് വെച്ചാൽ, എതിരാളിക്ക് നമ്മിൽ
ഇടം കൊടുക്കാനായിട്ട് ഇടയായിട്ട് തീരരുത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകം 3 ഞാൻ എടുത്ത് വായിക്കുന്നില്ല, നമുക്ക് അറിവുള്ള സന്ദർഭമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, പിശാച് ഇടപെട്ട സന്ദർഭങ്ങൾ, അവന്റെ ടൂൾസ്, അവന്റെ ലക്ഷ്യം, അവൻ ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഉപയോഗിച്ച ആയുധം, അവന്റെ ഉദ്ദേശം, നമ്മുടെ പ്രതിരോധം. ഇതാണ് അദ്ദേഹത്തിന്റെ അവതരണം. നല്ല രസകരമായി പോയിന്റ് വൈസ് ആയിട്ട് അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹവ്വയെ കുറിച്ചാണ് ആദ്യത്തെ ഈ എതിരാളിയുടെ ടാർജറ്റിലേക്ക് വന്ന് ആദ്യത്തെ വ്യക്തിയായിട്ട് കാണിച്ചിരിക്കുന്നത് ഹവ്വയാണ്. ഹവ്വ. അപ്പൊ അതില് ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പരാമർശിച്ചതുപോലെ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചെയ്തത്. അപ്പൊ അവരുടെ മനസ്സിനെ അറ്റാക്ക് ചെയ്യാന്നുള്ളതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആയുധം എന്ന് പറയുന്നത് വഞ്ചനയാണ്, ഉപായത്താൽ ചെയ്തത്. ബോഷ്ടായിരുന്നു പിശാച് അവിടെ ഉപയോഗിച്ച, നമ്മുടെ ശത്രു അവിടെ ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത്. ഉദ്ദേശ്യം എന്തായിരുന്നു പിശാചിന്റെ എന്നുള്ളത് അവിടെ നമുക്കറിയാൻ സാധിക്കും. ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വിൽ, പരിപൂർണ ഹിതം അറിയാതെ പോകണം എന്നുള്ളതായിരുന്നു ഹവ്വയോടുള്ള ബന്ധത്തിൽ അത്. അപ്പോൾ അതിന്റെ പ്രതിരോധം അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, നമുക്കറിയാം. കാരണം നമ്മുടെ കർത്താവിലാണ് അതിന്റെ പ്രതിരോധം കാണുന്നത്. പിശാച് ഇതേ രീതിയിൽ തന്നെ അവനെ ആക്രമിക്കാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ തിരുവെഴുത്തുകളാൽ നാം സമ്പന്നരാകുമ്പോൾ മാത്രമേ പിശാച് നമ്മെയും ഈ ഹവ്വയെ പോലെ വ്യക്തിപരമായിട്ട് ഈ എതിരാളി വന്ന് അറ്റാക്ക് ചെയ്ത് ഇടമെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പിശാചിന് ഇടം കൊടുക്കാതെ ഹവ്വ വീണതുപോലെ വീഴാതെ ഇരിക്കണമെങ്കിൽ ഈ തിരുവെഴുത്തുകളാൽ നമ്മൾ നിറയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസംഗിക്കാനോ ക്ലാസ് എടുക്കുവാനോ അല്ല, മറിച്ച് അവന് ഇടം കൊടുക്കാതിരിക്കാനായിട്ട് ഈ വചനത്താൽ നമ്മൾ ശരിക്കും നിറയപ്പെടാൻ ഇടയായിട്ട് തീരണം. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇയ്യോബാണ്. ഇയ്യോബിനെ കുറിച്ച് അത് ഞാൻ എടുത്ത് വായിക്കുന്നില്ല, നമുക്കറിവുള്ള കാര്യമാണ്. സമയം പോകുന്നു. അവനോടുള്ള ബന്ധത്തിൽ, ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ ശരീരത്തെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ശരീരം, നമുക്കറിയാം നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. തീർച്ചയായിട്ടും അത് അറ്റാക്ക് ചെയ്ത് ദൈവിക ശുശ്രൂഷയിൽ നമ്മെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പിശാച് ശ്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയുധമായിട്ട് അവിടെ കഷ്ടതയായിരുന്നു. പല പ്രയോജനപ്പെടുന്ന അനേക കർത്തൃദാസന്മാരുടെ ജീവിതം നോക്കിയാൽ നമുക്കിത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഷ്ടതയാണ്. കഷ്ടത 2 തരത്തിലുണ്ട്. നമ്മളെ തിരുത്തുന്നതുണ്ട്, നമ്മുടെ പക്വതയുള്ളവരാക്കുവാനായിട്ടുള്ളതുണ്ട് എന്നുള്ളത് നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കും. ഉദ്ദേശ്യം എന്താണെന്നുള്ളതും ആ എഴുത്തുകാരൻ സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ അസഹിഷ്ണുതയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് അവിടെ പിശാച്. അപ്പോ അവിടെ നമുക്കുള്ള എന്താ പറയാ പ്രതിരോധം എന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായി, ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ദാവീദാണ്. ദാവീദിനെ കുറിച്ച് നമുക്കറിയാം. 1 ദിനവൃത്താന്തം 21-ാമത്തെ അധ്യായത്തിൽ ഞാൻ വലിയവനാണ്, എനിക്ക് ശക്തിയുണ്ട്, എൻ്റെ രാജ്യം ഇത്രമാത്രം ശക്തമാണ് എന്നുള്ളത് കാണിക്കാനായിട്ട് യോവാബിനോട് പറഞ്ഞു, നീ പോയി എണ്ണ സെൻസസ് എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ വീട്ടിലും കയറിയിറങ്ങി. ചിലപ്പോൾ ചീത്ത പറയാണ്. വെറുതെ എന്തിനാ ചീത്ത പറയണമെന്ന് അറിയണില്ല. അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ നമ്മൾ ആപ്പില് അപ്പൊ തന്നെ ചെയ്യുകയാണ്. അപ്പൊ ആ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പുരോഗതിയുടെ പാർട്ടായിട്ട് നമ്മൾ പോകുമ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ ചീത്ത പറയാം. അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല കാര്യം. ഒരു പക്ഷെ അവര് മാധ്യമങ്ങളും അതൊന്നും ഗ്രാഹ്യമില്ലാത്തതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ വരികയാണ്. ഇതേപോലെ സെൻസസ് എടുക്കാനായിട്ട് ദാവീദ് രാജാവ് യോവാബിനോട് പറഞ്ഞു. നമുക്കറിയാം, എണ്ണുക, ജനത്തെ എണ്ണുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ? സെൻസസ് എടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന് ചിന്തിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ നിലവുകളെയും ഹൃദയത്തിലെ വിചാര നിരൂപണങ്ങളെയൊക്കെ അറിയുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദാവീദിന്റെ ആ ഉള്ളിലിരിപ്പ് വ്യക്തമായിട്ട് ദൈവത്തിന് മനസ്സിലായി. അവന്റെ ശക്തി, അവന്റെ മിടുക്ക്, അവന്റെ രാജ്യത്തിന്റെ മേന്മ മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു മാർഗരേഖയായിരുന്നു എനിക്ക് എൻ്റെ രാജ്യത്തിൽ ഇത്ര ആളുകളുണ്ട് എന്നുള്ളത്.
അപ്പോൾ പിശാച് കൊണ്ടുവന്ന അത് ലക്ഷ്യം ഇച്ഛാശക്തിയാണ്. അവന്റെ തീരുമാനം എടുക്കാനുള്ള കഴിവിനെ അറ്റാക്ക് ചെയ്തു. അതിന്റെ ആയുധമായിട്ട് നിഗളമായിരുന്നു ഞാൻ എന്നുള്ളത്. ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൽ സ്വന്തം ബലത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നതിന് പകരം. അപ്പൊ അതിന്റെ പ്രതിരോധമായിട്ട് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ്, താഴ്മയുള്ളവനാകുക എന്നുള്ളതാണ്. ഒടുവിലായിട്ട് അദ്ദേഹം പറഞ്ഞത് മഹാപുരോഹിതനായ യോശുവയാണ്. സെക്കരിയാവ് പ്രവചനം 3-ാം അധ്യായത്തിലാണ് എടുത്ത് വായിക്കേണ്ട. സെക്കരിയാവ് പ്രവചനം 3-ാം അധ്യായം സെക്കരിയാവ് കാണുന്നൊരു ദർശനമാണ് യോശുവ. ഈ യോശുവ എന്ന് പറയുന്നത് യോർദാൻ കടത്തി മോശയ്ക്ക് ശേഷം വന്ന യോശുവയല്ല എന്നുള്ളത് നമുക്കറിയാം. മഹാപുരോഹിതനായ യോശുവ എന്ന് വെച്ചാൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യോശുവയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ യോശുവ മഹാപുരോഹിതനായ സമയത്ത് സക്രിയാവ് കണ്ട ദർശനത്തിൽ മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിൽ മലിനത. നമുക്കറിയാം അതിന്റെ ആത്മീക അർത്ഥം ഇസ്രായേലിന്റെ പാപത്തെ അത് ചിത്രീകരിക്കുകയാണ്. അപ്പൊ അത് ആണ് അവിടെ പരാമർശിക്കുന്ന വിഷയം. അപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് പാപത്തെ ചൂണ്ടിക്കാണിച്ച് ഹൃദയത്തെ ക്ഷീണിപ്പിക്കുക. നീ തെറ്റിപ്പോയി. ഞാനിപ്പോ ഇവിടെ വചനം പറഞ്ഞു, പോണ വഴിക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നീയല്ലേ ഇതൊക്കെ പ്രസംഗിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്, ഇപ്പൊ എന്തുണ്ടായെന്ന് പറഞ്ഞ് നമ്മെ ക്ഷീണിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന അവന്റെ തന്ത്രം. ആയുധം അപവാദം മാത്രമല്ല, ഉദ്ദേശം ദൈവവുമായിട്ടുള്ള അകൽച്ച വരുത്തുക. ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പ്രാർത്ഥിക്കാനോ ദൈവത്തിന്റെ വചനം വായിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ പിശാചിന്റെ ഒരു തന്ത്രമാണ്, ഈ എതിരാളിയുടെ ഒരു തന്ത്രമാണ് ദൈവവുമായിട്ടുള്ള എന്തായാലും രക്ഷിക്കപ്പെട്ടു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ഇനി അടുത്ത അവന്റെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം, നാം ഒരു വ്യക്തിയെ ശരിക്കും വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമാണ് ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. ആ വ്യക്തിയുമായിട്ടുള്ള വിശ്വാസം ഇല്ലെങ്കിലോ നമ്മളിങ്ങനെ അകൽച്ച ഇത് വരുത്താനായിട്ട് അവൻ ശ്രമിക്കും. അപ്പോ ഡോക്ടർ വാറൻ പിയേഴ്സ്ബിയുടെ പുസ്തകത്തിൽ സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ചുള്ള പുസ്തകത്തിൽ സാത്താൻ വ്യക്തിപരമായി ഇടപെട്ട 4 സന്ദർഭങ്ങൾ തിരുവഴുത്തിൽ നിന്ന് അദ്ദേഹം കോട്ട് ചെയ്തത് ഞാൻ അതിന്റെ സമ്മറി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ അവൻ നമ്മെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മിൽ ഇടമെടുത്ത് ഈ മേഖലകളിലൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഇച്ഛാശക്തിയെയും ഹൃദയത്തെയും ഒക്കെ കർത്താവ് പറഞ്ഞ പോലെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോട് സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ കോർ. അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് എതിരാളിയുടെ ഒരു വലിയ തന്ത്രമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ഈ പോർക്കളത്തിൽ പോരാടേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം ഈ എതിരാളി എന്ന് പറയുമ്പോൾ ഈ എതിരാളിയെ കുറിച്ച് അല്ലെങ്കിൽ എതിരാളി എങ്ങനെയാണ് ഇങ്ങനെ എതിരാളിയായിട്ട് മാറിയത് എന്നുള്ളത് തിരുവഴുത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നല്ലതാണ്. ഇനിയുള്ള സമയം നിങ്ങൾക്ക് അറിവുള്ളത് ഒന്ന് ചൂണ്ടിക്കാണിച്ച് വേഗത്തിൽ ഞാൻ നിർത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം എതിരാളി എന്ന് പറയുന്നത് ലൂസിഫർ ആയിരുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ യെഹെസ്കേൽ പ്രവചനം 28, 14 അതിന്റെ ഇരട്ടി 28 ഈ 2 അധ്യായങ്ങളിലാണ് നമുക്ക് പിശാച് എങ്ങനെ അല്ലെങ്കിൽ ലൂസിഫർ എങ്ങനെ അല്ലെങ്കിൽ ആ ദൂതൻ എങ്ങനെ പിശാചായി മാറി എന്നുള്ളതിന്റെ ഒരു വിവരണത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. 12, 13, 14 നിന്നും പിശാച് എങ്ങനെയാണ് ഉളവായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് എന്തിനാ ചൂണ്ടിക്കാണിച്ചെന്ന് ചോദിച്ചാൽ അതേ സ്പിരിറ്റ് നമ്മിലും വരാൻ സാധ്യതയുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അവന് ഇടം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സൂചിപ്പിക്കുന്നത്. 12-ാം വാക്യത്തിൽ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നിരുടും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഈ 3 വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ ചില സത്യങ്ങൾ ഈ പിശാച് എങ്ങനെ പിശാചായി മാറി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു ചെറിയ തത്വങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അതേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടോ എന്ന് തട്ടിച്ച് നോക്കി
മനസ്സാന്തരപ്പെടാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമതായിട്ട് 14:12 അരുണോദയ പുത്ര. അപ്പൊ അത് ഇംഗ്ലീഷിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓ സ്റ്റാർ ഓഫ് ദ മോർണിംഗ്, സൺ ഓഫ് ദ ഡാൺ. അപ്പോ അതിൽ നിന്ന് അതുപോലെ എസ്കേൽ 28:12-17 വായിച്ചാൽ അത് ആ മോർണിംഗ് സ്റ്റാർ എന്നുള്ള പ്രയോഗം, അരുണോദയ പുത്രൻ എന്നൊക്കെ നാം മനസ്സിലാക്കുന്നതിൽ നിന്ന് അത് അവന്റെ സൗന്ദര്യത്തെ, അവൻ നല്ല സൗന്ദര്യമുള്ളവനായിരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അരുണോദയ പുത്രൻ. അപ്പോ എങ്ങനെയാണ് പിശാചായത്? ദൈവത്തിന്റെ ആ ദൂതവൃന്ദത്തിലെ ഏറ്റവും ടോപ്പായ വ്യക്തി ആ മറ്റുള്ളവരെക്കാൾ സുന്ദരനാണ് ഞാൻ എന്ന് തോന്നി അത് അവനെ വീഴ്ത്തി കളഞ്ഞു, അവന്റെ സൗന്ദര്യം. രണ്ടാമതായിട്ട് 14:13 നാം വായിക്കുന്നത് 14:13 ഞാൻ സ്വർഗത്തിൽ കയറും. അവന്റെ സാമർഥ്യമാണ്. അതായത് മറ്റുള്ളവരെക്കാൾ കഴിവുള്ളവനാണ് ഞാൻ എന്ന് തോന്നൽ. ഇത് ഈ പിശാചിന്റെ സ്വഭാവമാണ്. ഇതേ രീതിയിലാണ് പിശാചിന് ഇടം കൊടുക്കുമ്പോൾ ഇന്ന് ദൈവസഭയിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് എടുക്കാനിടയായിട്ട് തീർന്നത്. വീണ്ടും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ യെഹെസ്കേൽ 28:14 കാണാം. എന്നാൽ ഈ ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും, എന്റെ സിംഹാസനം, ഞാൻ സ്വർഗത്തിൽ കയറും. 13-ാം വാക്യം യെശയ്യാവ് 14:13 എന്റെ സിംഹാസനം. അപ്പോൾ അവന്റെ സ്ഥാനം മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണ്. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. അപ്പോൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണെന്ന തോന്നൽ. ഒടുവിലായിട്ട് അവന്റെ മത്സരം. അപ്പോ നമുക്കറിയാം, ലൂസിഫറിന് മുകളിൽ വേറെ ആരുമില്ല, ദൈവമല്ല. ആ ദൈവത്തെക്കാൾ ഉന്നതനാകാനായിട്ടുള്ള അവന്റെ മത്സരം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാം ഈ എതിരാളിക്ക് ഇടം കൊടുത്താൽ, നമ്മിൽ ഇടം കൊടുത്താൽ, നാമാണ് ഏറ്റവും മികച്ചവൻ, ഞാനാണ് ഏറ്റവും കഴിവുള്ളവൻ, ഞാനാണ് മറ്റുള്ളവരെക്കാൾ ഉയർന്നവൻ, ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സഭാജീവിതത്തെ എടുക്കുകയാണെങ്കിൽ, സഭാജീവിതത്തിൽ തന്നെ ഞാനാണ് നന്നായി പാട്ട് പാടുന്നത്, ഞാനാണ് എല്ലാ മീറ്റിങ്ങുകൾക്കും കടന്നു വരുന്നത്, ഞാനാണ് നന്നായി സ്തോത്രം ചെയ്യുന്നത്, ഞാനാണ് നന്നായി ഞാനാണ് നന്നായി ആങ്കറിങ്, ഞാനാണ് നന്നായി പ്രാർത്ഥിക്കും. ഇതൊക്കെ നമ്മിൽ കടന്നുകൂടുവാൻ ഒരു പക്ഷേ നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ പോലെ, അല്ലെങ്കിൽ സ്വമേധ പാപങ്ങളായി മുറുകെ പറ്റുന്ന പാപങ്ങളായിട്ട് ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ആരായിരിക്കുന്നുവോ അതിനപ്പുറം ഞാൻ ഭാവിക്കുക. സഭാജീവിതത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതും എന്നിൽ പലപ്പോഴും വന്നിട്ടുള്ളതും ഞാൻ പറഞ്ഞ് ഉപേക്ഷിച്ച് ക്ലിയറായി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു കാര്യമാണ്. നാം ആരായിരിക്കുന്നു അതിനപ്പുറം കാണിക്കാനുള്ള ഒരു വ്യഗ്രത നമ്മിലൊക്കെ ഉണ്ട്. ഒരു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ LKG ലെവലോ PhD ലെവലോ അതിലെ ഡിഗ്രിയിലുള്ള വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. എത്രയും വേഗം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുകയാണ്, എതിരാളിക്ക് നമ്മിൽ പ്രവർത്തിക്കാൻ നാം അനുവദിക്കുകയാണ്, നമ്മളെ തകർക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുടുംബജീവിതത്തിലാണെങ്കിലും നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളത് നമുക്കറിയാം, കുടുംബജീവിതത്തിൽ നമുക്ക് കാണാനായിട്ടുള്ള സാധ്യതയാണ്. എന്നാൽ ഇത് നിവർത്തിക്കുന്നില്ലെങ്കിലും നമ്മൾ ചില വാചകങ്ങളോ കേൾക്കുന്നത് പോലെ, ഇങ്ങനെയാണെങ്കിൽ ഡാഡി എൻ്റെ കൂടെ വരില്ല. അപ്പൊ അവിടെ കൺട്രോൾ എന്ന് പറയുന്നത് ആ കുട്ടിക്കാണ്. ഇതുപോലെയുള്ള ഒരു അവസ്ഥകൾ കുടുംബത്തിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിൽ പിശാചിന് ഇടം കൊടുക്കുകയാണ്, പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സഭാജീവിതത്തിൽ പിശാചിന് വാതിൽ തുറന്നു കൊടുക്കാൻ, പിശാചിന് വാതിൽ തുറന്നു കൊടുത്ത് അവൻ അവിടെ ശരിക്കും അങ്ങോട്ട് മെഴുകിക്കഴിഞ്ഞ് ആകെ കുളമായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. വാതിൽ തുറന്നു കൊടുക്കരുത് എന്നുള്ള ഒരു പ്രമാണം, അല്ലെങ്കിൽ അവൻ ഇടം കൊടുക്കരുത് എന്നുള്ള പ്രമാണം നാം ഗൗരവമായിട്ട് എടുക്കാതെ അവന് വാതിൽ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും തുറന്നു കൊടുത്തിട്ട് പിന്നെ കരഞ്ഞിട്ട്
കരയുന്നത് വേദനാജനകമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പിശാച് ഇടപെടുന്നത്, അല്ലെങ്കിൽ ഈ വാതിൽ തുറന്നു കൊടുക്കുന്നത്? നമുക്കറിയാം, സോഷ്യൽ മീഡിയ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ഒരു നിയന്ത്രണം, ഒരു ചിട്ട പുലർത്തുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പിശാചിനെ കടക്കാനായിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ വാതിൽ തുറന്നു കൊടുത്തതിന് ശേഷം ക്രമേണ നമ്മുടെ ആത്മീക പുരോഗതി ഇല്ലാത്തവരായി നാം തണുപ്പരായി മെല്ലെ ഇങ്ങനെ ക്ഷീണിച്ച് പോയി കഴിഞ്ഞിട്ട് പിന്നെ പിശാചിനെ വലിയ അനർത്ഥത്തിലൊക്കെ അകപ്പെട്ടതിന് ശേഷം പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കർത്താവിന്റെ വചനത്തിൽ ഗൗരവമായി നാം ശ്രദ്ധിക്കേണ്ട പ്രമാണങ്ങളുണ്ട്. നാം വാതിൽ തുറന്നു കൊടുക്കാതെ പിശാച് അതിക്രമിച്ചു വരികയില്ല. വാതിൽ തുറക്കാനും അടയ്ക്കാനുമുള്ള കഴിവ്, ആ ഇച്ഛാശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ആണ് തുറക്കണോ അടയ്ക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. ആരൊക്കെ ജാഗ്രതയോടുകൂടെ ആ തോട്ടം, അവരെ കാപ്പാൻ ഏൽപ്പിച്ച തോട്ടം സൂക്ഷിക്കുന്നുവോ അവർക്ക് ഈ പിശാചിന് ഇടം കൊടുക്കാതെ വിജയകരമായി സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിക്കും. എന്നാൽ ആരൊക്കെ വളരെ ലാഘവത്തോടു കൂടെ ഇടയ്ക്കിടയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് അടച്ചാൽ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാനിനി കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ എതിരാളിയുടെ തന്ത്രങ്ങൾ കാണിച്ചു തരുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. അത് വിശുദ്ധ തിരുവെഴുത്താണ്. അതിനെക്കുറിച്ച് നാഗർ സാഹിബ് എഴുതിയ മനോഹരമായ പാട്ട് നമ്മൾ പ്രാരംഭത്തിൽ പാടി. ഈ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച്, എതിരാളിയുടെ ടാക്ടിക്സിനെ കുറിച്ച് കൃത്യമായി വെളിപ്പെടുത്തുന്ന നല്ലൊരു പുസ്തകം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് നാം നല്ലപോലെ മനസ്സിലാക്കിയാൽ അവന്റെ തന്ത്രങ്ങൾ നമുക്കറിയാം. അങ്ങനെ അവനിടം കൊടുക്കാതെ വിജയകരമായി ജീവിക്കാൻ സാധിക്കും. വിജയകരമായി ജീവിക്കുക എന്നുള്ളത് ഞാൻ മിക്ക ആഴ്ചയിലും പറയുന്നത് പോലെ ഒരു തെറ്റും ചെയ്യാതെ 100% പെർഫെക്റ്റ് ആവുക എന്നുള്ളതല്ല. കുറവുകളും വീഴ്ചകളും ഒക്കെ വരും. എന്നാൽ ഓരോ ദിവസവും ദൈവമുമ്പാകെ സത്യസന്ധരായി വന്ന പിഴവുകളെ ഏറ്റുപറഞ്ഞ്, ഒരു ഹോൾസെയിൽ ആയിട്ടല്ല, ഇന്ന പിഴവ് ഇന്ന കാര്യത്തിൽ സംഭവിച്ചു, അതിനു വേണ്ടി നാം പ്രത്യേക സമയം വേർതിരിച്ച് ദിനംതോറും ഉള്ള ശുദ്ധീകരണം പ്രാപിച്ച് സ്വസ്ഥതയോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ഒരു കോട്ട് ഇങ്ങനെയാണ്. കോട്ടല്ല, ഒരു സംഭവം ഇതിനിങ്ങനെയാണ്. കാഴ്ച ബംഗ്ലാവില് ഒരു സിംഹം രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് തെരുവീതിയിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അവന്റെ റൂട്ട് മാപ്പൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തപ്പോൾ ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് തന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയയിലാണ് അവൻ പോകാൻ സാധ്യതയുള്ളത്, അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നാം പിന്നെ അതുപോലെ ആ മേഖലയിലേക്ക് കടക്കാൻ ധൈര്യപ്പെടുമോ? ഒരു സിംഹം ഇറങ്ങിയിട്ടുണ്ട് എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിലേക്ക് പോകാനോ അല്ലെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കാനോ നാം ധൈര്യപ്പെടുമോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, അലറുന്ന സിംഹം പോലെ പിശാച്. എന്നാൽ അവൻ ഏതൊക്കെ മേഖലയിലാണ് വരണേ എന്നുള്ളത്, ഏതൊക്കെയാണ് അവന്റെ റൂട്ട് മാപ്പ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തു തരാനുള്ള നല്ലൊരു റൂട്ട് മാപ്പ് ഉണ്ട്. ആരൊക്കെ അത് വായിക്കുന്നുവോ, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുവോ, അവർക്ക് സുരക്ഷിതരായി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അവന്റെ കെണിയിൽ അകപ്പെടാനായിട്ട് വരും ദിവസങ്ങളിൽ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായി ജീവിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അനുസരണമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം എന്ന് ചോദിച്ചാൽ 5 പാഠങ്ങളാണ്. 3ഉം 4ഉം വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. നമ്മൾ പ്രിയരാണ്, ദൈവത്തിന് പ്രിയരാണ്. എങ്ങനെ നമ്മൾ പ്രിയരായി എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. നമുക്ക് ബന്ധമുണ്ട്, നമ്മൾ പോർക്കളത്തിലാണ്, നമ്മെ വിശ്വസിച്ച് ചില സത്യങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരുവരായിട്ട് ഒരു കരുത്തനായ ഒരു എതിരാളി, തന്ത്രശാലിയായ ഒരു എതിരാളിയുണ്ട്. അവന്റെ തന്ത്രങ്ങളെ വ്യക്തമായി വെളിവാക്കി തരുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. അത് നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ഭാഷയിൽ നൽകിയിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ നാം ഉപയോഗിക്കുമ്പോൾ അവന് ഇടം കൊടുക്കാതെ വിജയകരമായി ജീവിക്കാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ ആ രീതിയിൽ ജീവിക്കാനായിട്ട് വചനം പറഞ്ഞതിൻ്റെയും കേട്ട നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും.